നമ്മളിവിടെ റീസ്റ്റോർ ചെയ്യാൻ വേണ്ടി മേടിച്ച ഈ വണ്ടിയുടെ ഫ്യൂൽ ഗേജ് മീറ്റർ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നില്ലായിരുന്നു. അപ്പോൾ അത് ഞാനിവിടെ പരിഹരിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതായിരുന്നു വണ്ടിയിലുണ്ടായിരുന്ന ഒറിജിനൽ ഫ്യൂൽ ലെവൽ മീറ്റർ. അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ പ്രശ്നം ഇതിൻ്റെ ഒരു നീഡിൽ ഈ ഒരു പോയിന്റിലെത്തുമ്പോൾ സ്റ്റക്കായി പോകുമായിരുന്നു. അപ്പോൾ ഈ ഒരു പ്രശ്നം പഴയ മോഡൽ ഓൾട്ടോയ്ക്കും അതുപോലെ വാഗനറിനൊക്കെ ഉള്ള ഒരു കോമൺ ആയിട്ടുള്ള കംപ്ലൈൻ്റ് ആണ്. നീഡിൽ കാണുന്ന പോലെ മുകളിലേക്ക് വർക്ക് ചെയ്യും, താഴേക്ക് ഒരു പോയിന്റിലെത്തുമ്പോൾ സ്റ്റക്കായി പോകുന്നു. അപ്പോൾ ഈ ഒരു മീറ്ററിൻ്റെ മെക്കാനിസം ഈ കാണുന്ന ഈ ഒരു സെറ്റപ്പിലേക്കുള്ളതാണ്. ഇപ്പോൾ ഇതിനായിട്ടൊന്നും മേടിക്കാൻ കിട്ടില്ല. അപ്പോൾ ഈ ഒരു മീറ്ററിന് പകരമായിട്ട് ഞാനിവിടെ ഈ കാണുന്ന പോലത്തെ ആപ്പയിലൊക്കെ ഉപയോഗിക്കുന്ന ഈ ഒരു ടൈപ്പ് റൗണ്ട് മീറ്റർ മേടിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു മീറ്ററിന് 450 രൂപയാണായത്. അപ്പോൾ ഈ ഒരു കാറിലുണ്ടായിരുന്ന ഈ ഒരു പഴയ മീറ്ററിൻ്റെ കണക്ഷൻ ഈ ഒരു പുതിയ മീറ്ററിലേക്ക് നേരെ എടുത്ത് കൊടുത്താൽ അങ്ങനെ വർക്ക് ചെയ്യില്ല. അതിന് കാരണം ഇങ്ങനെയുള്ള ഫ്യൂൽ ഗേജ് മീറ്ററുകളെല്ലാം വർക്ക് ചെയ്യുന്നത് വ്യത്യസ്തമായ ഓംസിലായിരിക്കും. അപ്പോൾ ഫ്യൂൽ ടാങ്കിലുള്ള പഴയ സെൻസറായിട്ട് നമ്മളിങ്ങനെയുള്ള ഫ്യൂൽ ഗേജ് മീറ്റർ വേറെ സെപ്പറേറ്റ് മേടിച്ച് ഇങ്ങനെ കണക്ട് ചെയ്യുന്ന സമയത്ത് ഓംസ് കറക്റ്റ് ആവില്ല. അതുകൊണ്ട് ഫ്യൂവൽ ലെവൽ മീറ്ററിൽ തെറ്റായിട്ടായിരിക്കും കാണിക്കുന്നത്. അതല്ലെങ്കിൽ വേറെയും വഴിയുണ്ട് ഇങ്ങനെയുള്ള ഫ്യൂൽ ഗേജ് മീറ്ററിന് മാച്ചിങ് ആയിട്ടുള്ള ഫ്യൂൽ ലെവൽ സെൻസർ മേടിക്കാൻ കിട്ടും. അപ്പോൾ ഇനി അടുത്തായിട്ട് ഈ ഒരു മീറ്ററിൻ്റെ കണക്ഷൻസ് ഒക്കെ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. അപ്പോൾ ഇങ്ങനെയുള്ള ഫ്യൂൽ ഗേജ് മീറ്റർ 12 വോൾട്ടിൻ്റെ ഉണ്ട്, 24 വോൾട്ടിൻ്റെ ഉണ്ട്. ഇതിൽ ഈ കാണുന്ന ഒരു പോയിന്റിലേക്കാണ് നെഗറ്റീവ് കണക്ട് ചെയ്യേണ്ടത്, അതായത് വണ്ടിയുടെ ബോഡി എർത്ത്. ഇതിലേക്ക് വയറുകൾ കണക്ട് ചെയ്യാൻ ഈ കാണുന്ന പോലെ തന്നെ നെറ്റ് ആൻഡ് ബോൾട്ട് സെറ്റപ്പാണ്. പിന്നെ ഈ കാണുന്ന ഈ ബി നടിയാക്കുന്ന ഈ പോയിന്റിലേക്കാണ് 12 വോൾട്ട് പോസിറ്റീവ് സപ്ലൈ കണക്ട് ചെയ്യേണ്ടത്, അതായത് വണ്ടിയുടെ ഇഗ്നിഷൻ കീ ഓണാക്കുന്ന സമയത്തുള്ള സപ്ലൈ. ഈ കാണുന്ന ഈ ടി നടിയാക്കുന്ന ഈ പോയിന്റിലേക്കാണ് ടാങ്ക് സെൻസറിൽ നിന്നുള്ള വയർ കണക്ട് ചെയ്യേണ്ടത്. അപ്പോൾ ഈ പോയിന്റിലേക്ക് ബാറ്ററിയുടെ പോസിറ്റീവ് നെഗറ്റീവും തിരിച്ചു കൊടുക്കരുത്, കംപ്ലൈൻ്റ് ആയി പോകും മീറ്റർ. പിന്നെ ഈ കാണുന്ന പിന്നെ ഇത് ഈ മീറ്ററിൽ ചെറിയൊരു ബൾബ് കൂടിയുണ്ട്, ആ ഒരു ബൾബിൻ്റെ പോസിറ്റീവാണ്. അപ്പോൾ ഇങ്ങനെ ചെയ്യാനായിട്ട് നമ്മുടെ വണ്ടിയുടെ വയറിംഗ് ഒന്നും കട്ട് ചെയ്യേണ്ട കാര്യമില്ല, അല്ലാതെ നമുക്കിതെല്ലാം ചെയ്യാൻ പറ്റും. ഞാനിപ്പോൾ ഇത് തൽക്കാലത്തേക്ക് ചെക്ക് ചെയ്യാനായിട്ട് ഇങ്ങനെ കണക്ട് ചെയ്ത് നോക്കിയേക്കുന്നതാണ്. ഈ മീറ്റർ ഇപ്പോൾ ഇതിൽ കറക്റ്റായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഞാനിവിടെ ഈ വണ്ടി ഇങ്ങനെയുള്ള പരീക്ഷണ നിരീക്ഷണങ്ങൾക്ക് വേണ്ടിയിട്ടും അതുപോലെ റീസ്റ്റോർ ചെയ്യാനൊക്കെ ആയിട്ട് മേടിച്ചതായിരുന്നു. അപ്പോൾ ഇനി എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി, അടുത്തൊരു വീഡിയോയിൽ അപ്ഡേറ്റ് ചെയ്യാം.